NSS-SNDP ഐക്യം പിരിച്ചത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ലഭിച്ച പത്മഭൂഷൺ അവാർഡ് തന്നെയെന്ന് സ്ഥിരീകരിച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. BJP സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളി പത്മ അവാർഡ് വാങ്ങിയത് സംശയം ജനിപ്പിക്കുന്നു. NSSുമായി ഐക്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവാർഡ് വന്നത് ശുദ്ധമല്ല എന്ന് തോന്നിയെന്നും മാതൃഭൂമി പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ NSS ജനറൽ സെക്രട്ടറി പറയുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ഐക്യം ഇല്ല എന്നുള്ള ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ചോദിച്ച ഒരു കാര്യമാണ്, ഏതെങ്കിലും തരത്തിൽ ഈ പത്മ പുരസ്കാരം ഒരു വിഷയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. വെള്ളാപ്പള്ളിക്ക് കിട്ടിയതിൽ സന്തോഷം എന്നൊരു വാക്ക് മാത്രമാണ് അന്ന് പ്രയോഗിച്ചത്. പക്ഷേ ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയിരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഐക്യം വന്നതിന്, ഐക്യ ചർച്ചകളിലേക്ക് കടന്നതിന് ശേഷം ഈ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചതിൽ ശുദ്ധതയില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സംശയാസ്പദമാണെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് അയച്ചതാണ്, ഇതിലൊരു രാഷ്ട്രീയം കാണുന്നു അല്ലെങ്കിൽ അതിലൊരു രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കാര്യത്തിന്റെ കൂട്ടത്തിൽ ഈ പത്മ അവാർഡ് കൂടി നൽകിയത്, വെള്ളാപ്പള്ളിക്ക് നൽകിയതിന് പിന്നിൽ, അതിന് തൊട്ടു പിന്നാൽ, ഈ ഐക്യത്തിന് തൊട്ടു പിന്നാൽ നൽകിയത് ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് തന്നെ ഈ ഒരു അഭ്യൂഹം പറഞ്ഞിരുന്നു, ഈ പത്മ പുരസ്കാരം ഒരു വിഷയമായോ, ഈ വേറെ ഐക്യം തകരുന്നതിൽ ഒരു വിഷയമായോ എന്ന് വലിയ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അദ്ദേഹം തന്നെ, അതായത് സുകുമാരൻ നായർ തന്നെ അത് ശരിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടാണ്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതിയിൽ നിന്നും NSSന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരുന്നു. അതേ വിധി മറ്റ് സഭകൾക്കും, ക്രൈസ്തവ സഭകൾക്കൊക്കെ ബാധകമാക്കണമെന്ന ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും ക്രൈസ്തവ സഭകൾ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നത്. പക്ഷേ അത് തങ്ങൾക്ക് മാത്രം അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ്. കാരണം ഈ 4% സംവരണം എന്നത് കൃത്യമായി ഒഴിച്ചിട്ടുകൊണ്ടാണ് മറ്റ് നിയമനങ്ങളിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ ഒരു നിലപാട് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യമാണ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത നൽകിയിരിക്കുകയാണ് സുകുമാരൻ നായർ. അതുകൊണ്ട് തന്നെ ഇന്ന് SN ട്രസ്റ്റ് യോഗം ചേരുന്നുണ്ട്. ആ SN ട്രസ്റ്റ് യോഗത്തിൽ എന്താണ് വെള്ളാപ്പള്ളി മറുപടി പറയുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. SKN.